ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തൃശൂർ പൂരവിവാദത്തിൽ സർക്കാർ സ്ഥലം മാറ്റാൻ തീരുമാനിച്ച ACP കെ സുദർശനെ പിന്തുണച്ച് പോലീസ് സേനയിൽ ഒരു വിഭാഗവും തിരുവമ്പാടി ദേവസ്വവും. പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ACP ശ്രമിച്ചത് എന്നാണ് സേനയ്ക്കുള്ളിലെ വാദം. ACP മാന്യമായാണ് ഇടപെട്ടതെന്നും നടപടിയെടുക്കുന്നത് ശരിയല്ലെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പ്രതികരിച്ചു. മാഗസീൻ്റെ താക്കോല് തരരുതെന്ന് കമ്മീഷണർ ഉത്തരവുണ്ട്. എഴുന്നള്ളിപ്പ് അവസാനിച്ചതിന് ശേഷം അതിനകത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ എടുക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് പറഞ്ഞില്ല. ഞങ്ങൾക്ക് എങ്ങനെ വെടിക്കെട്ട് നിരത്താൻ സാധിക്കും? സമയം എത്ര കിട്ടും? 2-3 മണിക്കൂർ വേണ്ടേ? ഇത് പാറമേക്കാവിനും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി. പാറമേക്കാവുകാരാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ വിവരം പറഞ്ഞ് ഞങ്ങളത് കാരണം വെടിക്കെട്ട് നടത്തുന്നില്ല എന്ന് അവരാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവരായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കാൻ തയ്യാറായി. എന്നിട്ട് കളക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല. അത് മാത്രമല്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പോലീസിന്റെ അനാവശ്യ നിയന്ത്രണത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പലതും മുടങ്ങിയെന്ന് സുന്ദർ മേനോൻ കുറ്റപ്പെടുത്തി. പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പൂര ദിവസം രാത്രി ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം. ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പൂര ദിവസം അവിടെ കാണാത്ത BJP സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നു. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയായതുകൊണ്ട് ഇത് വളരെ സജീവമായ രാഷ്ട്രീയ ചർച്ചയിലേക്ക് മാറുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ദേവസ്വത്തിന്റെ വാർത്താ സമ്മേളനം നടന്നു. കമ്മീഷണറെ മാറ്റാൻ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്കായി സർക്കാർ കാത്തിരിക്കുന്നു. ആ ഉത്തരവ് ഇന്ന് ഇറങ്ങുമോ? ഈ ACPയുടെ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഉണ്ടായേക്കുമോ ഈ പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിൽ? വിജയകുമാർ, എന്തായാലും പൂരം കഴിഞ്ഞ് 2 ദിവസമായെങ്കിലും ഇപ്പോഴും പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ സജീവ ചർച്ചയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് വലിയ തോതിൽ ആളിക്കത്തുന്നുമുണ്ട്. സ്ഥാനാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ കമ്മീഷൻ അടക്കമുള്ളവർക്കെതിരായ നടപടിയെ ദേവസ്വം ബോർഡടക്കം സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അതിൽ ACP സുദർശനെതിരായ നടപടി അത് തെറ്റായിപ്പോയി എന്നുള്ളൊരു നിലപാടാണ് തിരുവമ്പാടി ദേവസ്വം അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഈ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കാൻ ഒപ്പം നിന്നയാളാണ് ACP എന്നാണ് തിരുവമ്പാടിയുടെ നിലപാട്. അത്തരം കാര്യങ്ങളിൽ ഒരു അനുകൂലമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ അദ്ദേഹത്തിനെതിരായ നടപടി അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു നിലപാടാണ് പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ കണ്ടുകൊണ്ട് ഈ നിലപാട് തിരുത്തിക്കാൻ അല്ലെങ്കിൽ ACPക്കെതിരായ ഒരു നടപടി പിൻവലിക്കാനാകുമോ എന്നുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ് തിരുവമ്പാടി ദേവസ്വം ബോർഡും അതുമായി ബന്ധപ്പെട്ട ആളുകളും. ഒപ്പം കമ്മീഷണർ ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തി. പൂരം തകർക്കാനും അതിൻ്റെ പ്രശ്നങ്ങൾ വിപുലീകരിക്കാനുമാണ്, അത് വലുതാക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിനെതിരെ കർശനമായ നടപടി വേണം, മാതൃകാപരമായ ശിക്ഷ തന്നെ കമ്മീഷണർക്ക് കൊടുക്കണമെന്നുകൂടി അതിനൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പറയുന്നുമുണ്ട്. ഒപ്പം ഈ കമ്മീഷണറുടെ ജീവിതത്തിലെ കറുത്ത അധ്യായമായി ഈ പൂരം പ്രതിസന്ധി മാറുമെന്ന് കൂടി അവർ പറയുന്നുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാനാവില്ലെന്നും ഇനി സഹിക്കാനാവില്ലെന്നും തറപ്പിച്ചു പറയുന്നു. അതായത് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് കൃത്യമായ നിലപാടിൽ തിരുവമ്പാടി ദേവസ്വം പറയുന്നത്. വരും കാലങ്ങളിൽ പോലീസിന്റെ ഹൈജാക്കിംഗ് ഒഴിവാക്കി പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണം എന്നൊരാവശ്യം കൂടി അവർ സർക്കാരിന് മുന്നിൽ വെക്കുകയാണ്. നിയമസഭയിലും മന്ത്രിസഭയിലുമൊക്കെ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തൊരു നിയമനിർമ്മാണം നടത്തണമെങ്കിൽ അതിനെങ്കിലും തയ്യാറാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയും അപേക്ഷയുമൊക്കെയാണ് ദേവസ്വം ബോർഡ് വെക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ കർശന നിലപാട് തന്നെ പത്രസമ്മേളനം വിളിച്ച് തന്നെ തിരുവമ്പാടി ദേവസ്വം ബോർഡ് പരസ്യമായി എടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കർശന നടപടികളിലേക്ക് നിയമപരമായി തന്നെ കടക്കാനാണ് തിരുവമ്പാടി ദേവസ്വം ബോർഡിന്റെ തീരുമാനം. വിജയകുമാർ. യെസ്, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ നിന്ന് തിരുവമ്പാടി ദേവസ്വം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിലെ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെടുകയാണ്. ഈ പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമെന്നാണ് തിരുവമ്പാടി ദേവസ്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെ പരാതിയില്ല, അദ്ദേഹം പ്രശ്നം പരിഹരിക്കാനാണ് ഇടപെട്ടത്, അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി ദേവസ്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റ് ചില റിപ്പോർട്ടുകളിലേക്ക്. കേരളം വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത്
ICL Finco, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സമ്പത്തിന്റെ പ്രധാന അവകാശികൾ മുസ്ലിങ്ങളാകുമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം വൻ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെക്കുകയാണ്. നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗത്തിനെതിരെയാണ് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി നുണ പറയുന്നുവെന്ന് രാഹുൽ ഗാന്ധിയും തരം താഴ്ന്ന പരാമർശമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും കുറ്റപ്പെടുത്തി. വിദ്വേഷ പ്രചാരണമെന്നാണ് CPM നേതൃത്വത്തിന്റെ വിമർശനം. എന്താണ് പ്രധാനമന്ത്രി രാജസ്ഥാനിൽ പ്രസംഗിച്ചതെന്ന് ആദ്യം കേൾക്കാം. गोल ले लेंगे, सबको वितरित कर देंगे। और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे, घुसपैठियों को बांटेंगे। क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है ये कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे, उसकी जड़ती करेंगे, जानकारी लेंगे और फिर उस संपत्ति को बांट देंगे। और उनको बांटेंगे जिनको मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है। भाइयों बहनों, ये अर्बन नक्सल की सोच, मेरी माताओं बहनों, ये आपका मंगलसूत्र भी बचने नहीं देंगे, यहां तक जाएंगे मैं कहने। ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, വലിയ വിമർശനം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ രാജ്യവ്യാപകമായി ഉയരുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ പലരും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ പോകുന്നു, ചിലർ ഇതിനോടകം കണ്ട് പരാതി നൽകുന്നു. തുടർ നടപടികൾ വേണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. BJP നേതൃത്വം ഇക്കാര്യത്തിൽ എന്തെങ്കിലും പുതിയ വിശദീകരണം നൽകിയിട്ടുണ്ടോ? പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഒരുപക്ഷെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ നരേന്ദ്രമോദി ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. BJP എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? വിജയകുമാർ, ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ പരാമർശം വലിയ വിവാദമായിരിക്കുന്നു. നിരവധി പാർട്ടികൾ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസും CPIML-ഉം CPI-യും അടക്കമുള്ള പാർട്ടികൾ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കി. CPIML-ആണ് ആദ്യ പരാതി ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത്. മറ്റു പാർട്ടികൾ ഉടൻ തന്നെ പരാതി നൽകും. അതേസമയം ഇക്കാര്യം BJP നേതാക്കളാകട്ടെ X അക്കൗണ്ടുകളിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി നേരത്തെ UPA സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഈ രാജ്യത്തെ സമ്പത്തിൽ പ്രഥമ അവകാശം മുസ്ലിങ്ങൾക്കാകും എന്ന് നടത്തിയ മാധ്യമ റിപ്പോർട്ടുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് BJP നേതാക്കൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ വരും ദിവസങ്ങളിലെ പ്രചാരണങ്ങളിലെല്ലാം തന്നെ ഈ വിഷയം പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ മറ്റ് BJP നേതാക്കളും പ്രചരണത്തിനായി ഉപയോഗിക്കും എന്ന് വ്യക്തമാണ്. കാരണം BJP-യുടെ പ്രചാരണ തന്ത്രവും ശൈലിയും എല്ലാം രൂപപ്പെടുത്തുന്നത്, മാതൃകയാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ്. ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോസിറ്റീവ് ക്യാമ്പയിൻ ഉപയോഗിക്കാൻ ആയിരുന്നു BJP-യുടെ ആദ്യ തീരുമാനം. അതിനായാണ് മോദി ഗ്യാരണ്ടി, ഒപ്പം തന്നെ വികസിത് ഭാരത് എന്നീ രണ്ട് മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ BJP ശൈലി കടുപ്പിക്കുകയാണ്. പ്രതിപക്ഷത്തിന് എതിരായി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും എതിരായ ആക്രമണം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. പ്രധാനമന്ത്രി തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അലിഗഡിൽ സംസാരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രചരണം. അവിടെയും ഇത് ആവർത്തിക്കുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതും. വിജയകുമാർ. യെസ്, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. അലിഗഡിൽ ഇന്ന് പ്രധാനമന്ത്രി വീണ്ടും പ്രസംഗിക്കുന്നുണ്ട്. റാലിയിൽ അവിടെ ഉത്തർപ്രദേശിലാണ്. എന്താണ് അദ്ദേഹം അവിടെ ഇതിന്റെ തുടർച്ചയുണ്ടാകുമോ എന്നാണ്
എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക പ്രതിപക്ഷ പാർട്ടികളും. അതേസമയം പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് നരേന്ദ്രമോദി പ്രചരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. മൻമോഹൻ സിംഗ് സമ്പത്തിന്റെ വിനിയോഗത്തെക്കുറിച്ച് പറഞ്ഞത് നരേന്ദ്രമോദി വളച്ചൊടിച്ചു. മണിപ്പൂർ കത്തിയപ്പോൾ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് വീണ്ടും BJP ആയുധമാക്കുന്നത്. വിഷം ചീറ്റുകയാണ് പ്രധാനമന്ത്രി. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് കോൺഗ്രസ് പറഞ്ഞു ഇന്ത്യയിലെ സമ്പത്തെല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. പ്രധാനമന്ത്രി പ്രസംഗിക്കുകയാണ്. കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്കാണ് കൂടുതൽ സ്വത്തുക്കൾ കൊടുക്കേണ്ടത്, അത് മുസ്ലിങ്ങൾക്കാണ് കൊടുക്കേണ്ടതെന്ന് കോൺഗ്രസ് പറഞ്ഞു. അമ്മ പങ്ങാമാരുടെ ആഭരണങ്ങൾ കളക്ട് ചെയ്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും, നിങ്ങളുടെ സമ്പത്ത് കൂടി മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നൊരു പ്രധാനമന്ത്രി പറയാണ്. തെരഞ്ഞെടുപ്പിന് 3 നാൾ ബാക്കി നിൽക്കെ നിലപാട് വ്യക്തമാക്കി ക്രൈസ്തവ സഭകൾ. തെരഞ്ഞെടുപ്പിൽ LDFന് പരോക്ഷമായി പിന്തുണ പ്രഖ്യാപിച്ച യാക്കോബായ സഭ പ്രതിസന്ധികളിൽ ഒപ്പം നിന്നവരെ തിരിച്ചും സഹായിക്കണമെന്ന് മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് 24 പറഞ്ഞു. ജനങ്ങൾ ആ രീതിയിൽ എടുക്കേണ്ടതാണ്, അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടേതായ നിലപാടുകളുണ്ട്, അതൊന്നും നമുക്ക് തിരുത്താൻ ഒക്കത്തില്ലല്ലോ. സ്വാഭാവികമായിട്ടും സഭയുടെ ഒരു നയപരമായ ഒരു സമീപനം സഭയെ സഹായിച്ചിട്ടുള്ളവരെ തിരിച്ചു സഹായിക്കും. സഭയുടെ പ്രതിസന്ധി വളരെ വലുതാണ്, ഇനിയും സഹായങ്ങൾ ആവശ്യമുണ്ട്. തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളോടും സമദൂര നിലപാടെന്ന് ഓർത്തഡോക്സ് സഭാ നേതൃത്വം അറിയിച്ചു. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ വിശ്വാസികളുടെ മനസ്സിലുണ്ടെന്നും സഭ വ്യക്തമാക്കി. മലങ്കര ഓർത്തഡോക്സ് സഭ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര സിദ്ധാന്തം നടപ്പിലാക്കുവാനാണ് സഭ ആഗ്രഹിക്കുന്നത്. സഭയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി ഒരു ബാർഗൈനിങ് നടത്താൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതേസമയം വിഴിഞ്ഞം സമരത്തിന് ശേഷം ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മരവിപ്പിച്ചെന്ന ആരോപണവുമായി ആർച്ച് ബിഷപ്പ് തോമസ് ജെന്നെറ്റോ. പള്ളികളിൽ ഇന്നലെ വായിച്ച സർക്കുലറിലൂടെയാണ് അക്കൗണ്ട് മരവിപ്പിച്ച കാര്യം ബിഷപ്പ് അറിയിച്ചത്. ടോബി ജോൺസൺ കോട്ടയത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ടോബി, സഭകളുടെ നിലപാട് പല മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. അത് തെരഞ്ഞെടുപ്പ് ഫലത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് കോട്ടയം, എറണാകുളം, ഇടുക്കി അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലകളിലൊക്കെ അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. എന്തൊക്കെയാണ് സഭാ നേതൃത്വം ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിലെ അവരുടെ രാഷ്ട്രീയ സമീപനം സംബന്ധിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ ഘട്ടത്തിൽ? വിജയകുമാർ, യാക്കോബായ വിഭാഗമാണ് ആദ്യം തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി 3 നാൾ കൂടിയേ ഉള്ളൂ വോട്ടെടുപ്പിന്. ആ ഒരു സാഹചര്യത്തിലാണ് അവരൊരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. അവർ എടുത്തു പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ നാളുകളിൽ തങ്ങളെ സഹായിച്ചവരെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ അത് ഇടതുപക്ഷത്തിനും സംസ്ഥാന സർക്കാരിനും അനുകൂലമായൊരു നിലപാടായി വായിച്ചെടുക്കേണ്ടി വരും. പാത്രിയാർക്കീസ് ബാവ കേരളത്തിലെത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി ആ വേദിയിൽ പോവുകയും അദ്ദേഹം അവിടുത്തെ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു. ആ പ്രസംഗം വലിയ വിവാദമായിരുന്നു. കാരണം ഓർത്തഡോക്സ് വിഭാഗം അതിനെ ശക്തമായി മുഖ്യമന്ത്രിയുടെ നിലപാടിനെ വിമർശിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ തങ്ങളെ പിന്തുണച്ചവരെ തിരിച്ചും പിന്തുണയ്ക്കുമെന്നുള്ളൊരു നിലപാട് യാക്കോബായ വിഭാഗം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഓർത്തഡോക്സ് സഭ നിലവിൽ സംസ്ഥാന സർക്കാരിനെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയോ ഒന്നും തന്നെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല. അവരൊരു സമദൂര നിലപാടിൽ പോയാൽ മതി ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. യുക്തിസഹമായി അപ്പോഴും ഒരു പ്രശ്നമുള്ളത്, ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് സംസ്ഥാന സർക്കാരുമായി ഒരു നല്ല ബന്ധം, ഒരു മികച്ച ബന്ധം ഇല്ലല്ലോ. പല വിഷയങ്ങളിലും പരസ്യമായി ഇടത് സർക്കാരിനെ തള്ളിപ്പറഞ്ഞ് ഓർത്തഡോക്സ് സഭ ദേവലോകത്ത് നിന്ന് രംഗത്ത് വന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കോട്ടയത്ത്. അപ്പോൾ സമദൂരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സർക്കാരിനെതിരായിരിക്കില്ലേ സഭയുടെ നിലപാട്? കഴിഞ്ഞ കുറേ നാളുകളായി അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വിജയകുമാർ, ഈ കോടതി വിധി, അതായത് ഈ സഭാ തർക്കത്തിലുണ്ടായ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വരുത്തിയ വീഴ്ചയാണ് ഓർത്തഡോക്സ് സഭ എല്ലാ കാലത്തും വിമർശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായി നിയമം കൊണ്ടുവരാനും അതിനുവേണ്ടിയുള്ള ചർച്ചകളുമൊക്കെ സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായിട്ടും ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വെച്ചത്. ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയെ വരെ സമീപിക്കാനുള്ള ഒരു നീക്കം വീണ്ടും
ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ കോടതി വിധി നടപ്പാക്കുന്നതിൽ വലിയ എതിർപ്പ് സംസ്ഥാന സർക്കാരിനോട് ഓർത്തഡോക്സ് സഭയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഒരു സമദൂര നിലപാട് എന്നുള്ളത് പറയുമ്പോൾ പോലും വിശ്വാസികൾക്ക് അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് വോട്ട് ചെയ്യാമെന്നാണ് അല്പസമയം മുമ്പ് സഭാ സെക്രട്ടറി പറഞ്ഞത്. അതായത് ഒരു പക്ഷേ ഈ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു നിലപാട് ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും പരസ്യമായി അത്തരത്തിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് സമദൂരം എന്നുള്ളൊരു നിലപാടിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെയാണ് ലത്തീൻ സഭയും അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ വിഴിഞ്ഞ സമരത്തിന് ശേഷം അക്കൗണ്ടുകൾ മരവിപ്പിച്ച സംഭവം, അതുപോലെ തന്നെ ഈ വിഴിഞ്ഞ സമരത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടുകളും എല്ലാം തന്നെ ഒരു വിമർശന വിധേയമായി ലത്തീൻ സഭ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് സഭാ നേതൃത്വങ്ങളുടെ നിലപാടാണ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ 48 മണിക്കൂർ ശേഷിക്കെ ചർച്ചയാകുന്നത്. LDF-ന് പരോക്ഷമായി പിന്തുണ നൽകുകയാണ് യാക്കോബായ സഭ. പ്രതിസന്ധികളിൽ ഒപ്പം നിന്നവരെ സഹായിക്കുമെന്നാണ് സഭാ നേതൃത്വം പറയുന്നത്. സമദൂരം എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ വിശദീകരണം. എന്നാൽ ലത്തീൻ സഭയുടെ തിരുവനന്തപുരം അതിരൂപത അവരുടെ അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു എന്ന ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരുന്നു. മുസ്ലിം ലീഗിനെതിരായ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണത്തിൽ സമസ്തയിൽ ഭിന്നത. ഉമർ ഫൈസി പറഞ്ഞത് സമസ്തയുടെ നിലപാടാണോ എന്ന് പറയേണ്ടത് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെന്ന് നാസർ ഫൈസി കൂടത്തായി 24-നോട് പറഞ്ഞു. സമസ്തക്ക് രാഷ്ട്രീയമായി പ്രത്യേകിച്ച് ഒരു മുന്നണിയോടോ ഒരു സംഘടനയോടോ ഒരു പാർട്ടിയോടോ പ്രത്യേക ബന്ധമൊന്നുമില്ല എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഖ്യാപനമായിരിക്കുന്ന അതിൻ്റെ നിലപാടാണ്. വ്യക്തിപരമായി രാഷ്ട്രീയമാവാം. അതുകൊണ്ട് ഞങ്ങളൊക്കെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയും ഞങ്ങളുടെ രാഷ്ട്രീയപരമായ ചില നിലപാടുകളൊക്കെ കുടുംബയോഗങ്ങളിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളെ തകർക്കാൻ മുസ്ലിം ലീഗിൽ ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ ആരോപിച്ചു. അതേസമയം മുസ്ലിം ലീഗിനെ ലക്ഷ്യമിട്ട് ചോദ്യാവലിയുമായി സമസ്തയിലെ ഒരു വിഭാഗം രംഗത്തുണ്ട്. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇതിൽ പരാമർശമുണ്ട്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, ഈ തർക്കം ഒരു പൊട്ടിത്തെറിയുടെ വക്കോളം എത്തിയ സാഹചര്യത്തിൽ, പരസ്യ പ്രതികരണങ്ങളിലേക്കൊക്കെ പോയ സാഹചര്യത്തിൽ ലീഗ് കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. ഒരു അനുനയത്തിന്റെ സാധ്യത, സമവായത്തിന്റെ സാധ്യതയുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, നിലവിൽ ഒരു സമവായത്തിന്റെയോ ചർച്ചയുടെയോ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അത്തരമൊരു നീക്കമോ നിലവിൽ ഇരു വിഭാഗത്തിനിടയിലും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗ് നിലവിൽ കണക്ക് കൂട്ടുന്നത് ഇത്തരമൊരു പ്രചാരണം നടക്കട്ടെ, തിരഞ്ഞെടുപ്പിന് ശേഷം കാണാം, അതിനു മുന്നേ പ്രതികരിക്കേണ്ടതില്ല, ചർച്ച ചെയ്ത് കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് നിലവിൽ മുസ്ലിം ലീഗ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ സംസ്ഥയിലെ ഒരു വിഭാഗമാണ് നിലവിൽ ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെതിരെ ശക്തമായ പ്രചാരണ പരിപാടികളുമൊക്കെ ഇതേ രംഗത്തിറങ്ങിയിരിക്കുന്നത്. നേരത്തെ ഉമർ ഫൈസി മുക്കം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മുസ്ലിം ലീഗുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഭിന്നതയുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിലെ ചില ആളുകൾ സമസ്തയെ തകർക്കാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. ഇതോടുകൂടിയാണ് വിഷയം കൂടുതൽ ചർച്ചയാവുകയും അത് സമസ്ത മുസ്ലിം ലീഗ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ഘട്ടമുണ്ടായത്. അതിന് പിന്നാലെ ഇന്ന് ഉമർ ഫൈസിക്ക് പിന്നാലെ അതിൽ നാസർ ഫൈസി കൂടത്തയുടെ പ്രതികരണവും വന്നു. അതായത് നാസർ ഫൈസി കൂടത്ത എന്നുള്ളത് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന സമസ്ത നേതാവാണ്. അദ്ദേഹം നിലവിൽ മുസ്ലിം ലീഗിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയും അതോടൊപ്പം തന്നെ ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാട് സമസ്തയുടെ നിലപാടല്ല, സമസ്തയുടെ നിലപാട് പറയേണ്ടത് ജിഫ്രി തങ്ങളാണെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിൽ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനിടയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് സമസ്തയിലെ ലീഗ് വിരുദ്ധ ഇടതുപക്ഷത്തിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പ്രചാരണം നടത്തുമ്പോൾ, മറുവശത്ത് സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികൾ പരസ്യമായി തന്നെ കുടുംബയോഗങ്ങളിലും മറ്റും ഇറങ്ങിക്കൊണ്ട് ലീഗിന് അനുകൂലമായ പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ്. സമീർ, എന്തായാലും സമീർ പറഞ്ഞതുപോലെ സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും ചേരിതിരിഞ്ഞ് അവരുടെ നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വ്യക്തമാക്കുന്നതാണ് ഈ മണിക്കൂറുകളിൽ കാണുന്നത്. തൽക്കാലം അതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെയും നിലപാട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.